ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 78ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും കർത്താവിന് നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരിടയന്റെ കീഴിൽ ഒരു കൊടിക്കീഴിൽ അന്ത്യകാലത്തെ നാമധേയ ക്രൈസ്തവ സഭകൾ ഒന്നിക്കും. മാർത്തോമ സഭയിലെ മെത്രാന്മാർ വത്തിക്കാനിൽ പോപ്പിന്റെ അടുത്ത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് പല പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ വാർത്തയ്ക്ക് ഇടം കണ്ടെത്തി. അന്ത്യകാലത്തെ പ്രവചന സംഭവങ്ങളൊക്കെ നിറവേറുന്ന കൂട്ടത്തിൽ ഇതും സംഭവിക്കേണ്ടതാണ്. മാർത്തോമ സഭയുടെ അല്പചരിത്രം ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നു. മാർത്തോമ സഭയുടെ സ്ഥാപകൻ എബ്രഹാം മൽപ്പാനച്ചൻ, മലങ്കര മാർത്തോമ സഭയുടെ നവീകരണ കർത്താവ് എന്ന അപരനാമത്താൽ എബ്രഹാം മൽപ്പാൻ ലോകത്തിൽ പ്രശസ്തനായി. പട്ടത്ത കുടുംബത്തിലുണ്ടായിരുന്നായ കോഴഞ്ചേരിയിലെ പാലക്കുന്ന് കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു. സെമിനാരിയിൽ പഠിച്ചു. താൻ പണ്ഡിതനായി മാറ്റപ്പെട്ടു. ആ കാലയളവിൽ കോട്ടയത്തെ പഴയ സെമിനാരിയിൽ സുറിയാനി പഠിപ്പിക്കുന്ന ഭാഷ അധ്യാപകനായി അദ്ദേഹത്തെ നിയമിക്കപ്പെട്ടു. സുറിയാനി സഭയിലെ അനാചാരങ്ങളോടെ തൻ്റെ മനസ്സെ അനുവദിച്ചില്ല. പലപ്പോഴും ശക്തമായി അതിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സുറിയാനി സഭയുടെ തക്സ പരിഷ്കരിക്കുന്നതിന് വേണ്ടി 4 വൈദികന്മാരിൽ ഒരാളായിരുന്നു മൽപ്പാനച്ചൻ. തക്സയിൽ പല പരിഷ്കാരം ക്രമീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഒന്ന്, പുണ്യവാളന്മാർ അവരുടെ വിഗ്രഹങ്ങളെ ഏതുമില്ല. മരിച്ചവർക്കുള്ള പ്രാർത്ഥന വചനത്തിലില്ല. ധൂപക്കുറ്റി വീശൽ, ഇങ്ങനെ പല കാര്യങ്ങൾ താനെ എതിർക്കുകയും. അന്ന് മാരാമൺ ഇടവകയിലെ ഒരു മുത്തപ്പന്റെ പ്രതിമയുണ്ടായിരുന്നു. എല്ലാ വർഷവും ചാത്തപ്പെരുന്നാൾ എന്ന ഒരു പെരുന്നാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ പള്ളിയിൽ ഉണ്ടായിരുന്ന മുത്തപ്പന്റെ പ്രതിമയെ അദ്ദേഹം നശിപ്പിച്ചു. ഈ കാരണങ്ങളാൽ മാർ ദിവാനിയോസ് ഈ അച്ഛനെ, മൽപ്പാനച്ഛനെയും 11 പട്ടക്കാരെയും മുടക്കി. അങ്ങനെയാണ് 1837 ഇന്ന് ഏകദേശം 180 വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചതാണ് മാർത്തോമ സഭ. വലിയ ഉണർവെന്ന് പറയാം. ആളുകൾ കൂട്ടം കൂട്ടമായി യോഗങ്ങളിൽ പള്ളി വിട്ടിറങ്ങാൻ തീരുമാനിച്ചു. ശക്തമായ ഉണർവെന്ന് പറഞ്ഞാൽ ആർക്കും പിടിച്ചു നിർത്താൻ വയ്യാത്ത ഉണർവായിരുന്നു. എങ്കിലും അതെ, ദൈവവചനത്തിലുള്ളായ സ്നാനം അവർ അംഗീകരിച്ചില്ല. അവർ ശിശു സ്നാനത്തിനു മാത്രം അവരങ്ങനെ ചെയ്തു. പട്ടത്തത്തിന് വസ്ത്രത്തിന് അവർക്ക് മാറ്റം വരുത്തിയില്ല. കുർബാനയുടെ ആചാരങ്ങൾക്ക് ഒരല്പം മാത്രം വ്യത്യാസം വരുത്തി. മാർത്തോമ സഭ വളർന്നുകൊണ്ടിരുന്നു. 1905 70 സഭകൾ മാർത്തോമ സഭയ്ക്കായി കഴിഞ്ഞു. ഇന്ന് ഏകദേശം 1500-ലധികം സഭകൾ. അതിനാൽ സഭയിലെ ഭിന്നിപ്പുകളും ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ഭിന്നിപ്പിൽ ഒരു കൂട്ടം വിശ്വാസികളും പുരോഹിതന്മാരും മാർത്തോമ സഭയിൽ നിന്നും അവർ പിരിഞ്ഞ് ഇവാഞ്ചലിക്ക സഭ അതുണ്ടായി. ഞാനും മാർത്തോമ സഭയിലെ ഒരംഗമായിരുന്നു. ഞാൻ അറിയാതെ
ഞാൻ ശിശുവായിരുന്നപ്പോൾ എന്നെ സ്നാനപ്പെടുത്തി. എന്നാൽ പിൽക്കാലത്തെ യേശു ക്രിസ്തു ദൈവപുത്രനെ വിശ്വസിക്കുകയും എൻ്റെ ജീവിതത്തിൽ മാനസാന്തരം കടന്നു വന്ന് എൻ്റെ 20-ാമത്തെ വയസ്സിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലെ സ്നാനപ്പെടുവാൻ എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യം ഉണ്ടായി. മർത്തോമ സഭ നവീകരണത്തിന് വന്നെങ്കിലും ബൈബിൾ പൂർണ്ണമായി വിശ്വസിച്ചില്ല. ഒന്ന്, ശിശു സ്നാനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ ആയിരക്കണക്കിന് ആളുകൾ മർത്തോമ സഭയിൽ നിന്ന് കൊഴിഞ്ഞു പോയി, ഇപ്പോൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരിറങ്ങി തിരിച്ച ആ നിലവാരത്തിലുള്ള ഉപദേശം ഇപ്പോഴില്ല. ഉപദേശത്തിൽ നിലനിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന സമയം ചെറിയ കാര്യമല്ല. ഇത് നമ്മുടെ കർത്താവിൻ്റെ വരവിന് മുന്നോടിയായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശ്വാസ സ്നാനം ഏൽക്കാത്ത സകല ക്രൈസ്തവ സംഘടനകളും ഒരിടയൻ്റെ കീഴിൽ, ഒരു കൊടിക്കീഴിൽ ചെല്ലും. നമ്മുടെ ഈ വർത്തമാന കാലത്തെ നമ്മുടെ തലമുറയിൽ ഇത് കാണുവാൻ അതൊരു വലിയ ഭാഗ്യമാണ്. എന്താ ഭാഗ്യം? നമ്മുടെ കർത്താവ് വരാറായി. അതുകൊണ്ടുള്ള ഒരു പ്രധാന തെളിവാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. ഈ മെത്രാന്മാര് ഒരുമിച്ച് അവിടെ ചെന്നതിൻ്റെ ഗൗരവത്തിൽ ഇപ്പോൾ സഭയിൽ വലിയ പ്രശ്നങ്ങൾ ആയിക്കൊണ്ടിരിക്കവേ ഒരു കാര്യം കൂടെ ഓർത്തുകൊള്ളുക. ഇതിൽ ആത്മീയരായിരിക്കുന്ന ആളുകൾ, ദൈവത്തിനു വേണ്ടിയുള്ള ഒത്തിരി ആളുകൾ ഈ സാഹചര്യത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലെ സ്നാനമേൽക്കുവാൻ സമയമടുത്തിരിക്കുന്നു. എനിക്ക് പറയാനുള്ള കാര്യം, നാമതേ ക്രൈസ്തവർ മുഴുവൻ ഒരു കൊടക്കീഴിൽ, ഒരു കൊടിക്കീഴിൽ, ഒരിടയൻ്റെ കീഴിൽ ഇതാ വരാൻ പോകുന്നു. യേശു വരാറായി. നമുക്ക് പോകുവാൻ ഒരുങ്ങാം. ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങൾ കടന്നു വരുന്നപ്പാ, ലോകത്തിന്റെ സംഭവങ്ങൾ യേശുവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കിയാൽ അനേകർ യേശുവിൻ്റെ വകയാകുവാൻ ദൈവമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ക്ലാസിന്റെ അവസാനം പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ രാജ്യം ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. പ്രാർത്ഥിക്കുക. ആയിരങ്ങൾ യേശുവിൻ്റെ വകയാകാൻ പോകുന്നു. ആ പ്രാർത്ഥനയിൽ നിങ്ങളും അംഗമായി തീരുക. ദൈവമായ കർത്താവേ, നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.